ഹായ് ഓൾ, എല്ലാവർക്കും വിനാഷ് ബ്ലോസമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തന്നെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ, ഞാൻ എൻ്റെ ലൈഫിൽ ഒന്നും ആയിട്ടില്ല, എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, എനിക്ക് കുറേ കഴിവുകളൊക്കെ ഉള്ള ആളാണ്, പക്ഷേ എനിക്കത് ഒരു രീതിയിലും എങ്ങും ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നോ, അല്ലെങ്കിൽ എനിക്ക് കുറേ വിദ്യാഭ്യാസമുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ എന്നിട്ടും അത് ഉപയോഗിക്കാനുള്ളൊരു വേദിയില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്നു. പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ കാര്യം നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ വീണ്ടും കുറച്ചുകൂടി എൻഗേജ്ഡ് ആവുന്നു, ഡേ ടൈം ഒക്കെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിങ്ങനെ പോകുന്നു. എന്നാലും റൊട്ടീനായിട്ട് വീട്ടു ജോലികളല്ലാതെ മറ്റൊന്നും അഡീഷണലായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ മറ്റു കഴിവുകളുള്ളവരായിരിക്കും, ഇതൊന്നും പ്രകടിപ്പിക്കാൻ ഒരു വേദി ലഭിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. നമ്മുടെ കഴിവുകൾ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. എന്തുകൊണ്ട് ഇതൊരു നല്ല ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. കാരണം ഇനീഷ്യലി ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട. നമുക്കുള്ള ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്കിത് വളരെ ഈസി ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? അപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്നതോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ചിന്തിക്കുന്നത് പണത്തെക്കുറിച്ചാണ്. മോണിറ്റൈസേഷനൊക്കെ ആയിക്കഴിഞ്ഞാൽ കൂടുതൽ പണം ലഭിക്കും. പക്ഷെ അതൊരു സെക്കൻഡറി ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ലഭിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ്, ഒരു പേഴ്സണൽ ഗ്രോത്ത്. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത് ഡെവലപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോയ്ക്ക് അനുസൃതമായിട്ടുള്ള ക്രിയേറ്റിവിറ്റി നമുക്കുണ്ടാവും. പിന്നെ തുടർച്ചയായിട്ട് വീഡിയോസ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു പർട്ടിക്കുലർ ഷെഡ്യൂൾ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. എപ്പോൾ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യണം, പിന്നെ എപ്പോൾ നമ്മളൊരു കണ്ടന്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം, എവിടെ നിന്ന് നമ്മൾ കണ്ടന്റ് കണ്ടുപിടിക്കണം, പിന്നെ എങ്ങനെ നമ്മൾ എപ്പോൾ റെക്കോർഡ് ചെയ്യണം, എവിടെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ എഡിറ്റ് ചെയ്യണം, എപ്പോൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ വ്യക്തമായിട്ടൊരു ഷെഡ്യൂൾ നമുക്ക് വേണം, അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുന്നതോടുകൂടി നമുക്കൊരു കൺസിസ്റ്റൻസിയും ജീവിതത്തിനൊരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടാകും. അത് പേഴ്സണലായിട്ട് ഉണ്ടാകുന്ന ഒരു ബെനഫിറ്റാണ് ഇത് ചെയ്യുന്നത് കൊണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കാനും അതുവഴി നമുക്കൊരു പേഴ്സണൽ ഗ്രോത്തും കോൺഫിഡൻസും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിംഗ് ആൻഡ് ഒരു ഇൻഫ്ലുവൻസ്. കാരണം ഒരു ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും നിങ്ങളെ കൊണ്ട്. നിങ്ങളെ കേൾക്കുന്ന, നിങ്ങളുടെ ആശയങ്ങളെ കേൾക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ ബഹുമാനിക്കുന്ന, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതൊരു വലിയ ഘടകമാണ്. നിങ്ങളെ കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് വരുന്ന, സത്യസന്ധമായിട്ട് അഭിപ്രായം പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക, ഒരു കൂട്ടം ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് അതിലൂടെ സാധിക്കുന്നു. അത് അതിൻ്റെ മറ്റൊരു ബെനഫിറ്റാണ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട്, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ അറിവുകൾ എന്താണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണ്, അത് മറ്റുള്ളവരിലേക്ക് ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ സാധിക്കും. അതുവഴി നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ധാരാളം ചേഞ്ചസ് ഉണ്ടാവും. നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ടതായിട്ട് ആവശ്യം വരും. നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കും. അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഐഡിയാസ്, നമ്മുടെ വാല്യൂസ്, ഇതൊക്കെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിലൂടെ നിങ്ങൾക്കൊരു നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. യെസ്, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഞാൻ എന്തൊക്കെയാണ്, എൻ്റെ കഴിവുകൾ ഇപ്പോൾ എനിക്ക് ഉപയോഗപ്പെടുത്താനായിട്ടൊരു പ്ലാറ്റ്ഫോം ലഭിച്ചു, അങ്ങനെയുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, നിങ്ങൾ ഒരു വീഡിയോയെക്കുറിച്ച് ചിന്തിക്കും, ഒരു കോണ്ടന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന അടുത്ത വീഡിയോ എങ്ങനെ ചെയ്യണം, അടുത്ത കൂടുതൽ എങ്ങനെ കുറച്ചുകൂടി നന്നാക്കണം, അങ്ങനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുകയും അതിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കും. ഇന്ന് 10 വ്യൂസ് ആണെങ്കിൽ നാളെ 50 വ്യൂസ് വേണം, അത് കഴിഞ്ഞ് 500 വ്യൂസ് വേണം, അത് കഴിഞ്ഞ് 5000 വ്യൂസ് വേണം, അത് കഴിഞ്ഞ് 10000 വ്യൂസ് വേണം. അങ്ങനെ നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുമാത്രമല്ല, അതിനോട് വളരെയധികം കൂടുതലായിട്ട് ആഗ്രഹിക്കാൻ തുടങ്ങും. നമ്മുടെ ആഗ്രഹം വളരെയധികം ഉച്ചസ്ഥായിലേക്ക് എത്തുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു സംഗതി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നമ്മളിലേക്ക് അടുത്ത് വന്നുകൊണ്ടേയിരിക്കും. ഒരു ലാസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നതാണ് മണി. നമുക്ക് ഒരിക്കൽ ചാനൽ മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, അതുപോലെ
4000 വാച്ച് അവേഴ്സ് വേണം. അങ്ങനെയാണെങ്കിൽ ഫുള്ളി മോണിറ്റൈസ് ആവും. അപ്പോൾ അങ്ങനെ ഒരിക്കലും മോണിറ്റൈസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്വർടൈസ്മെൻറ്റിൽ നിന്നുള്ള വരുമാനം ലഭിക്കും. പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വരുമാനം ലഭിക്കും. നമുക്ക് പ്രോഡക്റ്റ് സെല്ലിംഗ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള ബ്രാൻഡുകൾ പ്രൊമോട്ട് ചെയ്ത് അതിൽ നിന്ന് ഇൻകം നേടാൻ സാധിക്കും. അങ്ങനെ പല വിധത്തിലുള്ള ഇൻകം നമുക്ക് നേടാനായിട്ട് സാധിക്കും. അതൊക്കെ സെക്കൻഡറി ആയിട്ട് ചിന്തിച്ചാൽ മതി. പക്ഷേ അതിനപ്പുറമായിട്ട് നമുക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വൈകിക്കേണ്ട, ഇപ്പോൾ തന്നെ അതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കുക. വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ചാനൽ തുടങ്ങാൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് ജീവിതത്തിൽ കുറേ ഉയരങ്ങൾ കീഴടക്കാൻ, കുറേ നിങ്ങൾക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ. അതിലൂടെ നിങ്ങൾക്ക് വരുമാനം കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്നോണം ഇന്ന് തന്നെ, കഴിയുമെങ്കിൽ ഇപ്പോൾ തന്നെ ഏത് തരത്തിലുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമെന്ന് നിങ്ങൾ കണ്ടെത്തുക. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക. തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.